സോളോ ലെവലിംഗ് എപ്പിസോഡ് 3 ആരംഭിക്കുന്നത് ഡഞ്ചനുള്ളിൽ വെച്ച് പ്രതിമകളുടെ അടികൊണ്ട് മരിക്കാറായ ജിൻവുവിന് മുന്നിൽ ഒരു സ്ക്രീൻ പ്രത്യക്ഷപ്പെടുകയും ജിൻവു അതിൽ എസ് എന്ന ഓപ്ഷൻ അമർത്തുകയും ചെയ്യുന്നു. തൊട്ടടുത്ത സീനിൽ ജിൻവു ആശുപത്രിയിൽ ഞെട്ടി എഴുന്നേൽക്കുന്നത് കാണിക്കുന്നു. ബോധം വന്ന ഉടനെ കൈയും കാലും പരിശോധിക്കുകയും കൈയും കാലും പഴയതുപോലെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡഞ്ചനുള്ളിൽ വെച്ച് കൈകാലുകൾ നഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ജിൻവു ഇനി ഇതെല്ലാം സ്വപ്നമാണോ എന്ന് സംശയിക്കുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് ഹണ്ടർ അസോസിയേഷൻ ഇൻസ്പെക്ടേഴ്സായ ജിൻജുളും കാങ് ടൈഷിക്കും കയറി വരുന്നു. ശേഷം സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ജിൻവു 3 ദിവസമായിട്ട് ബോധമില്ലായിരുന്നെന്ന് പറയുന്നു. ഇത് കേട്ട് ഞെട്ടുന്ന ജിൻവു ജൂഹിക്കും ക്യാപ്റ്റൻ സോങ്ങിനും എന്തു പറ്റിയെന്ന് അന്വേഷിക്കുന്നു. ഇരുവർക്കും കുഴപ്പമൊന്നുമില്ലെന്നും എന്നാൽ ഒരു കൈ നഷ്ടമായതുകൊണ്ട് ക്യാപ്റ്റൻ സോങ് ഹണ്ടറായി തുടരുന്നതിൽ നിന്നും വിരമിച്ചെന്നും പറയുന്നു. കൂടാതെ ഈ സംഭവം ജൂഹിയെ മാനസികമായി ഒരുപാട് തളർത്തിയെന്നും അതുകൊണ്ട് ഇപ്പോൾ അവൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ കെയറിലാണെന്നും ജൂഹിയുടെ അവസ്ഥ വെച്ച് ഇനിയും ഹണ്ടറായിട്ട് തുടരുമോ എന്ന് സംശയമാണെന്നും ജിൻജുൾ പറയുന്നു. 30 പേരിൽ വെറും 6 പേര് മാത്രമേ ജീവനോടെ കിട്ടിയുള്ളെന്നും ഹണ്ടർ ആകുന്നത് അപകടമാണെങ്കിലും ഇങ്ങനൊരു ദുരന്തം വല്ലപ്പോഴുമേ കാണാറുള്ളെന്നും ജിൻജുൾ പറയുന്നു. സംഭവം അറിഞ്ഞ് വൈറ്റ് ടൈഗർ ഗിൽഡ് അവിടേക്ക് എത്തിയപ്പോഴേക്കും ഡഞ്ചൻ ഇരുന്നിടത്ത് ജിൻവുവിനെയാണ് കണ്ടുകിട്ടിയതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ ഡബിൾ ഡഞ്ചനോ പ്രതിമകളെയോ ആരും കണ്ടില്ലെന്നും പറയുന്നു. ഇത്രയും മരണനിരക്കുള്ള ഡഞ്ചനിൽ നിന്ന് ജിൻവു രക്ഷപ്പെട്ടത് അത്ഭുതകരമാണെന്ന് പറയുന്ന ജിൻജുൾ ജിൻവുവിന് ചിലപ്പോൾ സെക്കൻഡ് അവൈക്കനിങ് ആയിരിക്കാൻ സംഭവിച്ചതെന്ന് പറയുന്നു. ഹണ്ടറായി അവൈക്കൻ ചെയ്യുമ്പോൾ ഏത് റാങ്കാണോ ഒരു ഹണ്ടറിന് കിട്ടുന്നത് അതിൽ നിന്ന് പിന്നീടൊരു മാറ്റമുണ്ടാകില്ലെന്നും എന്നാൽ ചില പ്രത്യേക സന്ദർഭത്തിൽ ഒരു ഹണ്ടറിന് രണ്ടാമതൊരു അവൈക്കനിങ് കൂടെ സംഭവിക്കാമെന്നും ഇതിലൂടെ ഒരു എ റാങ്കോ അല്ലെങ്കിൽ എസ് റാങ്കോ കിട്ടുമെന്നും പറയുന്നു. ഇത് കേൾക്കുന്നതോടെ ജിൻവുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വരുന്നു. ശേഷം ജിൻവുവിന് മുന്നിൽ ഒരു മാന അളക്കുന്ന മീറ്റർ ജിൻജുൾ വയ്ക്കുന്നു. ജിൻവുവിനോട് അതിനു മുകളിൽ കൈവയ്ക്കാൻ പറയുന്നു. ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ ഇതൊരു ഹൈ ലെവൽ ഡഞ്ചനാണെങ്കിൽ ഒരു ഇ റാങ്ക് ഹണ്ടറായ ജിൻവുവിന് ഒരിക്കലും ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും കൂടാതെ ഡഞ്ചൻ ക്ലിയർ ആകുകയും ചെയ്തതുകൊണ്ട് ഒന്നുകിൽ ഇത് എ റാങ്കോ അതിനു മുകളിലോ ഉള്ള ഹണ്ടർ ഡഞ്ചൻ ക്ലിയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടെന്നും ഇല്ലെങ്കിൽ ജിൻവുവിന് സെക്കൻഡ് അവൈക്കനിങ് ഉണ്ടായിരിക്കാനാണ് സാധ്യതയെന്ന് ജിൻജുൾ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം ജിൻജുൾ ജിൻവുവിൻ്റെ മാന പരിശോധിക്കുമ്പോൾ വെറും 10 എന്ന് കാണിക്കുന്നു. വലിയ പ്രതീക്ഷയോടെ ജിൻവു ജിൻജുളിനോട് അവൻ്റെ റാങ്ക് ചോദിക്കുമ്പോൾ ജിൻജുൾ ഖേദം പ്രകടിപ്പിക്കുകയും തങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റിയതാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. പോകുന്ന വഴി ജിൻവു എങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ള സംശയം ജിൻജുളിൻ്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നു. വെറുതെ കൊതിപ്പിച്ചെന്ന് പറഞ്ഞ് നിരാശനായി കിടക്കുന്ന ജിൻവു ഇവരെന്താ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നതെന്ന് ചിന്തിക്കുകയും ജിൻവുവിന് മുന്നിൽ ഒരു സ്ക്രീൻ വന്നു നിൽക്കുന്നതായും കാണിക്കുന്നു. അതിൽ യു ഹാവ് അൺറീഡഡ് മെസ്സേജസ് എന്ന് എഴുതി കാണിക്കുന്നു. ചിലപ്പോൾ തനിക്ക് മാത്രമായിരിക്കും ഇത് കാണാൻ സാധിക്കുകയെന്ന് പറയുന്ന ജിൻവു സ്ക്രീനിൽ തൊടാൻ നോക്കിയെങ്കിലും നടക്കാതെ വരുന്നു. പെട്ടെന്ന് ജിൻവു ഡഞ്ചനുള്ളിൽ വെച്ച് സംഭവിച്ചത് ഓർക്കുന്നു. റൂമിലേക്ക് ജിൻവുവിൻ്റെ അനിയത്തി ജിന കയറി വരുന്നു. ജിൻവുവിനെ കുറിച്ച് എത്രമാത്രം വിഷമിച്ചെന്ന് പറയുന്ന ജിന 3 ദിവസമാണ് ജിൻവു ബോധമില്ലാതെ കിടന്നതെന്ന് പറയുന്നു. ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പഠിത്തം നിർത്തി ജോലി നോക്കുമെന്ന് പറയുന്നു. ജിനായോട് ക്ഷമിക്കാൻ പറയുന്ന ജിൻവു മുന്നിലുള്ള സ്ക്രീൻ കാണാമോ എന്ന് ജിനായോട് ചോദിക്കുന്നു. ഒന്നും മനസ്സിലാകാത്ത ജിന ഏത് സ്ക്രീൻ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറയുന്ന ജിൻവു എങ്ങനെയാണ് മൊബൈലിലും ഗെയിമിലുമൊക്കെ വരുന്ന അൺറീഡ് നോട്ടിഫിക്കേഷൻ നോക്കുന്നതെന്ന് ജിനായോട് ചോദിക്കുന്നു. ജിൻവുവിൻ്റെ ചോദ്യത്തിന് ഇൻബോക്സ് നോക്കിയാൽ മതിയെന്ന് പറയുന്ന ജിന എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ചോദിച്ചതാണെന്ന് ജിൻവു പറയുന്നു. ശേഷം ജിൻവുവിനോട് പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ജിന വെളിയിൽ നിൽക്കുന്ന കൂട്ടുകാരിയുമൊത്ത് പോകുന്നു. ഇൻബോക്സിൽ കയറുന്ന ജിൻവു അവിടെയുള്ള മെസ്സേജസ് ഒക്കെ വായിക്കുന്നു. ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന പ്ലെയറിനെ സഹായിക്കാനാണെന്നും സിസ്റ്റം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷയും കിട്ടുമെന്ന് വായിക്കുന്നു. സിസ്റ്റം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ജിൻവുവിന് മനസ്സിലാകുന്നില്ല. ശേഷം അടുത്ത മെസ്സേജായ ഡെയിലി ക്വസ്റ്റ് ട്രെയിനിങ്ങിൽ ജിൻവു കയറി നോക്കുന്നു. ദിവസവും ചെയ്യാനുള്ള വ്യായാമങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നു. കൂടാതെ സമയത്തിനുള്ളിൽ ഇത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി കിട്ടുമെന്നും കാണിക്കുന്നു. ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് 10 കിലോമീറ്റർ ഓടാനും ചാടാനും പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ മെസ്സേജിന് താഴെ ഒരു ടൈമർ കൂടെ ഓടുന്നത് കാണിക്കുന്നു. അതേസമയം ട്രാഫിക്കിൽ കാറിനുള്ളിലിരിക്കുന്ന ജിൻജുൾ ചെയർമാൻ ഗോയോട് സംഭവിച്ച കാര്യങ്ങൾ ഫോണിലൂടെ പറയുന്നു. ജിൻവു ഒരു സെക്കൻഡ് അവൈക്കനർ അല്ലെന്ന് പറയുമ്പോൾ എന്തായാലും ഈ കേസ് ഒരു ഡഞ്ചൻ ബ്രേക്ക് ആകാത്തത് നന്നായെന്ന് പറയുന്ന ചെയർമാൻ ഗോ
പക്ഷേ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കിട്ടാനുള്ളതുകൊണ്ട് ഈ വിഷയത്തിനെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് മാർക്ക് ചെയ്യാനും പറയുന്നു. അതേസമയം മറ്റൊരിടത്ത് ഗിൽഡ് മാസ്റ്റർ ചോയി എസ് റാങ്ക് ഹണ്ടറായ ചാ ഹെയിനെ അടുത്ത ബി റാങ്ക് റെയ്ഡ് നയിക്കാനായി നിയോഗിക്കുന്നു. സ്വന്തം ശക്തിയിൽ സംശയമുള്ള ചാ ഹെയ്ഡ് നീ എന്നും ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയെന്നും നിനക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടെന്നും ചോയി പറയുന്നു. നമ്മുടെ ഗിൽഡ് രാജ്യത്തെ ഏറ്റവും വലിയ ഗിൽഡുകളിൽ ഒരെണ്ണമാണെന്നും എന്നാൽ ഇന്റർനാഷണലി നമ്മൾ ഇത്തിരി പിന്നിലാണെന്നും പറയുന്ന ചോയി അത് മറികടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നും പറയുന്നു. അതിനിടയിൽ റോഡിന് നടുവിൽ ഒരു ഗേറ്റ് രൂപപ്പെടുന്നു. സമയം രാത്രി 12 മണിയാകുന്നതോടെ ഉറങ്ങിക്കിടക്കുന്ന ജിൻവുവിന് മുന്നിൽ വീണ്ടും സ്ക്രീൻ തെളിയുകയും ഡെയിലി ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ശിക്ഷ തുടങ്ങുകയാണെന്നും കാണിക്കുന്നു. പെട്ടെന്നൊരു ഭൂമികുലുക്കം ഉണ്ടാകുന്നതോടെ ജിൻവു എഴുന്നേറ്റെങ്കിലും പിന്നീട് കണ്ണു തുറക്കുന്ന ഒരു മരുഭൂമിയിലാണ്. താൻ എന്താ സ്വപ്നം കാണുകയാണോ എന്നും ഇപ്പോഴല്ലേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എന്നും ജിൻവു ചിന്തിക്കുമ്പോൾ തൊട്ടു പുറകിൽ ഭീമാകാരമായ ഒരു ജീവി വരുന്നു. തിരിഞ്ഞു നോക്കുന്ന ജിൻവുവിന് മുന്നിൽ ഒരു പഴുതാര പോലത്തെ മോൺസ്റ്റർ നിൽക്കുന്നു. പെട്ടെന്ന് സ്ക്രീനിൽ പുതിയൊരു മിഷൻ വരികയും 4 മണിക്കൂർ ഈ മരുഭൂമിയിൽ സർവൈവ് ചെയ്യണമെന്നും കാണിക്കുന്നു. അതേസമയം ആശുപത്രിയിൽ അനക്കം കെട്ടുന്ന നേഴ്സുമാർ ജിൻവുവിന്റെ മുറിയിൽ ആരുമില്ലാത്തത് കാണുന്നു. ജീവനം കൊണ്ട് മരുഭൂമിയിലൂടെ ഓടുന്ന ജിൻവുവിന് പിന്നാലെ പഴുതാര മോൺസ്റ്റർ വരുന്നു. പുറകിൽ വരുന്നത് കൂടാതെ ജിൻവുവിനടുത്ത് മറ്റൊരു മോൺസ്റ്റർ കൂടി വരുന്നു. 2 മണിക്കൂർ കഷ്ടപ്പെട്ട് ഓടിയ ജിൻവു സ്ക്രീൻ നോക്കുമ്പോൾ ഇനിയും 2 മണിക്കൂർ കൂടിയുണ്ടെന്ന് കാണുന്നു. അതേസമയം ആശുപത്രിയിൽ ജിൻവുവിനെ അന്വേഷിച്ച് നഴ്സുമാർ പോകുന്നു. വീണ്ടും ഓടുന്ന ജിൻവു എങ്ങനെയൊക്കെ ഓടി 2 മണിക്കൂർ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. അവസാന നിമിഷം മോൺസ്റ്റർ ജിൻവുവിനെ പിടിച്ചെന്ന് കരുതിയെങ്കിലും കൃത്യസമയത്ത് ടൈമർ തീരുന്നതോടെ ജിൻവു ആശുപത്രിക്കുള്ളിൽ വരുന്നു. വീണ്ടും സ്ക്രീനിൽ മിഷൻ പൂർത്തിയാക്കിയെന്ന് മെസ്സേജ് വരുന്നു. അപ്പോഴേക്കും അവിടേക്ക് വരുന്ന നഴ്സുമാർ നിലത്ത് കിടക്കുന്ന ജിൻവുവിനെ കാണുന്നു. പിറ്റേന്ന് ജിനായുമായി സംസാരിക്കുന്ന ജിൻവു മുറിവൊക്കെ കരിഞ്ഞെന്നും ഉടനെ ഡിസ്ചാർജ് ചെയ്യണമെന്നും പറയുന്നു. ശേഷം വെളിയിലേക്ക് പോകുന്നു. അതേസമയം മറ്റൊരിടത്ത് ജൂഹിക്ക് റോഡിന് നടുക്കുണ്ടായ ഡി റാങ്ക് ഗേറ്റ് റെയ്ഡ് ചെയ്യാനായി ഹണ്ടറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കോൾ വരുന്നു. താല്പര്യമുണ്ടെങ്കിൽ മതിയെന്നും നീ ഒരുപാട് അനുഭവിച്ചതല്ലേ എന്നും പറയുമ്പോൾ ജിൻവുവിന് ബോധം വന്ന കാര്യം പറയുന്നു. ഇത് കേൾക്കുന്ന ജൂഹിക്ക് സന്തോഷമാകുന്നു. ശേഷം ജിൻവുവിനെ കാണാനായി ജൂഹി ആശുപത്രിയിൽ വരുമ്പോൾ ആശുപത്രിക്ക് ചുറ്റും ഓടുന്ന ജിൻവുവിനെയാണ് ജൂഹി കാണുന്നത്. ഇത് കാണുന്നതോടെ ജൂഹി തിരികെ പോകുന്നു. ഓടി ക്ഷീണിക്കുന്ന ജിൻവു അല്പനേരം വിശ്രമിക്കുന്നു. 2 ദിവസം കൊണ്ട് തനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയുന്ന ജിൻവു ഒന്നാമത് ഈ സിസ്റ്റവും സ്ക്രീനും ഒന്നും വെറും തോന്നലല്ലെന്നും ആദ്യ ദിവസത്തെ മിഷൻ പൂർത്തിയാക്കിയപ്പോൾ തനിക്ക് അതിനുള്ള പ്രതിഫലവും കിട്ടിയെന്ന് പറയുന്ന ജിൻവു രണ്ടാമത് എബിലിറ്റി പോയിന്റ്സ് കൂട്ടാനാണെന്നും ഈ പോയിന്റ്സ് കൊണ്ട് തനിക്ക് പവേഴ്സ് കൂട്ടാൻ സാധിക്കുമെന്നും പറയുന്നു. ശേഷം റൂമിലെത്തുന്ന ജിൻവുവിന് ക്വസ്റ്റ് റിവാർഡായിട്ട് ഒരു ലൂട്ട് ബോക്സ് കിട്ടുന്നു. ബോക്സ് തുറക്കുമ്പോൾ ജിൻവുവിന് ഇൻസ്റ്റന്റ് ഡഞ്ചൻ തുറക്കാനുള്ള ഒരു താക്കോൽ കിട്ടുന്നു. ഇത് എന്തിനാണെന്ന് മനസ്സിലാകാത്ത ജിൻവു എന്തായാലും തനിക്ക് ഉപകാരപ്പെടുന്ന എന്തോ ആണെന്ന് വിചാരിക്കുന്നു. അതേസമയം വാർത്തയിൽ കാലാവസ്ഥ കാണിക്കുന്നത് പോലെ ഡഞ്ചന്റെ വിവരങ്ങളും അതുണ്ടായ സ്ഥലങ്ങളുമൊക്കെ അവതാരക വിശദമായി കാണിക്കുന്നു. ശേഷം ജിൻവു കോമയിൽ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് ഫ്ളാറ്റിൽ പെട്ടെന്ന് വീണു പോകുന്ന അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് ഇറ്റേണൽ ഡിസീസ് എന്ന അസുഖമാണെന്ന് ഡോക്ടർ പറയുന്നു. ഗേറ്റുകൾ ഉണ്ടാകാൻ തുടങ്ങിയ ശേഷമാണ് ഇത്തരം അസുഖം ആളുകൾക്ക് വരാൻ തുടങ്ങിയതെന്ന് ഡോക്ടർ പറയുന്നു. 10,000-ൽ ഒരാൾക്ക് വരുന്ന അപൂർവ രോഗമാണിതെന്നും ഡോക്ടർ പറയുന്നു. വിശദമായ വിവരങ്ങളില്ലെങ്കിലും ഈ രോഗത്തിന്റെ കാരണം മാനയുടെ വരവിനെ തുടർന്നാണെന്നും ഡോക്ടർ പറയുന്നു. അമ്മ പോയതോടെ അനിയത്തിയുടെ പഠനത്തിനും ജീവിക്കാനുള്ള ചിലവിനും വേണ്ടി ജിൻവു പഠിത്തം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം പണിയുന്നതിനിടെ ജിൻവു അവേക്കനാകുന്നു. അപകടം പിടിച്ച പണിയാണെങ്കിലും ചികിത്സാ ചിലവ് ഓർത്ത് ജിൻവു ഹണ്ടറാകുന്നു. എന്നാൽ ഏറ്റവും ലോ റാങ്കായ ഈ റാങ്ക് കിട്ടിയ ജിൻവുവിന് മോൺസ്റ്റേഴ്സിനെ കൊല്ലാനോ ബാക്കിയുള്ള ഹണ്ടേഴ്സിനെ സഹായിക്കാനോ സാധിക്കുന്നില്ല. ഇതോടെ ബാക്കിയുള്ളവർ ജിൻവുവിനെ തഴയുന്നു. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്ന ജിൻവു എബിലിറ്റി പോയിന്റ്സ് എല്ലാം സ്ട്രെങ്ത് കൂട്ടാനായി ഉപയോഗിക്കുന്നു. ശേഷം ഹാപ്ജിയോങ് സ്റ്റേഷന് മുന്നിലേക്ക് വരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാമെന്ന് കണക്കുകൂട്ടുന്ന ജിൻവു ഇൻസ്റ്റന്റ് ഡഞ്ചന് വേണ്ടിയുള്ള താക്കോൽ എടുക്കുന്നു. താക്കോൽ എടുത്തയുടനെ ജിൻവുവിന് മുന്നിൽ ഒരു താക്കോൽ പഴുത് പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെടുന്ന ജിൻവു താക്കോൽ ഉപയോഗിച്ച് ഇൻസ്റ്റന്റ് ഡഞ്ചന്റെ ഗേറ്റ് തുറക്കുന്നു. ഒന്നും നോക്കാതെ ഗേറ്റിനുള്ളിലേക്ക് ജിൻവു കയറുമ്പോൾ സ്ക്രീനിൽ ഇൻസ്റ്റന്റ് ഡഞ്ചനിന് ഉള്ളിൽ പ്രവേശിച്ചു എന്ന് കാണിച്ചുകൊണ്ടൊരു മെസ്സേജ് വരുന്നു. പെട്ടെന്ന് പുറകിലുള്ള ഗേറ്റ് അടയുന്നു. ഗേറ്റ് അടയുന്നതോടെ എല്ലാം പഴയതുപോലെ ആകുന്നു. ഇതോടെ വെളിയിലുള്ളവർക്ക് ഇവിടെ ഒരു ഗേറ്റുള്ള കാര്യം അറിയാതെ വരുന്നു.
ഇൻസ്റ്റന്റ് ഡഞ്ചൻ ബാക്കിയുള്ള ഡഞ്ചനെ പോലെ അല്ലെന്നും ഈ ഗേറ്റ് ഉള്ളത് മറ്റൊരു ഡൈമെൻഷനിലാണെന്നും ജിൻവു പറയുന്നു. വീണ്ടും സ്ക്രീനിൽ അടുത്ത മെസ്സേജ് വരുന്നു. ഡഞ്ചന് വെളിയിൽ കടക്കണമെങ്കിൽ ഒന്നുകിൽ ഡഞ്ചൻ ബോസിനെ കൊല്ലണമെന്നും അല്ലെങ്കിൽ ടെലിപോർട്ടേഷൻ സ്റ്റോൺ ഉപയോഗിക്കണമെന്നും കാണിക്കുന്നു. ടെലിപോർട്ടേഷൻ സ്റ്റോൺ എന്തുവാ എന്ന് മനസ്സിലാകാതെ നിൽക്കുന്ന ജിൻവു ഡഞ്ചൻ ക്ലിയർ ചെയ്യാതെ തനിക്ക് വെളിയിൽ പോകാൻ സാധിക്കില്ലെന്നും ഒരു ഇ റാങ്ക് ബീസ്റ്റിനെ പോലും കൊല്ലാൻ സാധിക്കാത്ത താൻ എങ്ങനെയാണ് ഈ ഡഞ്ചൻ ക്ലിയർ ചെയ്യുന്നതെന്നും ചിന്തിക്കുന്നു. തനിക്ക് ഒറ്റയ്ക്ക് ഒരു ബോസിനെ കൊല്ലാൻ സാധിക്കുമോ എന്ന് വിചാരിക്കുന്ന ജിൻവു എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാമെന്ന് വിചാരിച്ച് മുൻപോട്ട് പോകുന്നു. ഡഞ്ചനുള്ളിലേക്ക് പോകുന്ന ജിൻവുവിന് മുന്നിലേക്ക് 2-3 ബീസ്റ്റുകൾ ചാടി വരുന്നു. ബീസ്റ്റുകളുടെ തലയ്ക്ക് മുകളിൽ സ്ക്രീൻ തെളിയുകയും അതിൽ മഞ്ഞ നിറത്തിൽ ഗോബ്ലിൻ എന്ന് എഴുതി കാണിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ജിൻവുവിനെ ബീസ്റ്റുകൾ ആക്രമിക്കുമ്പോൾ ജിൻവു ഒഴിഞ്ഞു മാറുന്നു. കയ്യിലെ കത്തി കൊണ്ട് ബീസ്റ്റുകളെ തടയുന്ന ജിൻവു ഒരു ബീസ്റ്റിന്റെ പള്ളയിൽ കത്തി കുത്തിയേർക്കുന്നു. ശേഷം പുറകെ വരുന്ന ബീസ്റ്റുകളെ വെട്ടി വീഴ്ത്തുന്നു. താൻ ശക്തനായെന്ന് ജിൻവു ചിന്തിക്കുമ്പോൾ പെട്ടെന്നൊരു ചെന്നായയെ പോലെയുള്ള ബീസ്റ്റ് ജിൻവുവിനെ ആക്രമിക്കുന്നു. കത്തി കൊണ്ട് ബീസ്റ്റിനെ ജിൻവു തടഞ്ഞെങ്കിലും കത്തി ഒടിഞ്ഞു പോകുന്നു. ഈ ബീസ്റ്റ് മറ്റുള്ളവയേക്കാൾ ശക്തനാണെന്ന് ജിൻവു ചിന്തിക്കുമ്പോൾ ബീസ്റ്റിന് മുകളിലെ സ്ക്രീനിൽ ചുവന്ന നിറത്തിൽ സ്റ്റീൽ ഫേഞ്ചർ ലൈക്കൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നു. നേരത്തെ അടിയിൽ ക്ഷീണിക്കുന്ന ജിൻവുവിന്റെ കാലുകൾ പേടികൊണ്ട് വിറയ്ക്കുന്നു. ജിൻവുവിന് നേരെ കുതിക്കുന്ന ബീസ്റ്റ് ജിൻവുവിന്റെ കവളിൽ പോറുന്നു. ഇനിയും ഒരു തവണ കൂടി അതിന്റെ ആക്രമണത്തിൽപ്പെട്ടാൽ കഥ കഴിഞ്ഞെന്ന് ജിൻവു ചിന്തിക്കുമ്പോൾ ബീസ്റ്റ് ഓരിയിടുകയും ജിൻവുവിന് നേരെ കുതിക്കുകയും ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് സോളോ ലെവലിംഗ് എപ്പിസോഡ് 3 അവസാനിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.